ലോകത്ത് തന്നെ ഏറ്റവും നന്നായി കോവിഡിനെ പ്രതിരോധിച്ച ഒരു സംസ്ഥാനം കേരളമാണെന്നാണ് മരണക്കണക്ക് വരെ ഇവർ പുറത്തുവിട്ടത് കോടതി നിർദ്ദേശം വന്നതിന് ശേഷമാണ്. മരണക്കണക്കിൽ വരെ കള്ളത്തരം കാണിച്ച ആൾക്കാർ ഏറ്റവും കൃത്യമായി മരണക്കണക്ക് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. മരണ വീട്ടിന്റെ കണക്ക് പറയുന്നത് ഇവര് ഇന്നലെ പറഞ്ഞ ശവം തൂക്കികളാണ്. അറിയാമല്ലോ, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വയനാട് വണ്ടിയിൽ നിന്ന് വരെ അടിച്ചു മാറ്റി. വീണ ഒരു കാര്യം ഒരു കാര്യവും എനിക്ക് യഥാർത്ഥത്തിൽ ഡിവൈഎഫ് എന്നൊരു പ്രസ്ഥാനം 20 കോടി ഈ കേരളത്തിൽ പിരിച്ചു. കോൺഗ്രസ് വെറും 5 കോടിയെ പറ്റത്തുള്ളൂ. എന്തായാലും ഈ പെൺകുട്ടികളെ സമ്മതിച്ചേ പറ്റൂ. ഭൂലോകത്തിൽ ഏറ്റവും വലിയ കൊള്ളക്കാരും ഭയാനകമായ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും പെൺവേട്ടക്കാരുടെയും ഒക്കെ മുന്നിൽ നിന്ന് ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. സഖാക്തികളുടെയൊക്കെ വീടുകളിലൊക്കെ സഖാക്കന്മാരെയൊക്കെ, അതും MLA മുതൽ മേപ്പോട്ടും താപ്പോട്ടും ഒക്കെയുള്ള സഖാക്കന്മാരെ പകൽ സമയങ്ങളിലൊക്കെ ഇവിടെ പിടികൂടിയാൽ, ഭർത്താക്കന്മാരും നാട്ടുകാരുമൊക്കെ ചേർന്ന് പിടികൂടിയാൽ തന്നെ ദേഹത്തൊന്നൊരു നുള്ളു മണ്ണ് പോലും വീഴ്ത്താതെ സഖാക്കളെ രക്ഷപ്പെടുത്തി കൊടുത്തുകൊണ്ട് സഖാത്തിമാർ വന്ന് ലോകം മുഴുവൻ നടന്ന് മൈക്ക് നീളെ പ്രസംഗിക്കും. ഞാൻ ആരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അവകാശമില്ലെന്ന് പറയുന്ന സഖാത്തികളുടെ നാടാണിത്. അത്തരം സഖാത്തികളാണ് ഈ സഖാക്കന്മാരുടെ ഊർജം. ആ ഊർജം തല്ലിക്കെടുത്തുന്നതിന് പകരം അതെന്നും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സഖാത്തികളൊക്കെ ഗർഭിണിയായി എന്നെ ഏരിയ സെക്രട്ടറി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സെക്രട്ടറി പീഡിപ്പിച്ചു എന്ന് മാനാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സഖാത്തി ചെന്ന് പറഞ്ഞാൽ, ആ സഖാത്തിയെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തി അവരെ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച് ഗർഭമില്ലെന്ന് കണ്ടെത്തി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് കൈയടിച്ച് പാസ്സാക്കി കഴിഞ്ഞ് വീണ്ടും മാസങ്ങൾക്ക് ശേഷം സഖാത്തി പ്രസവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രസവിക്കുന്ന സഖാത്തിയെ പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന സഖാക്കന്മാരുടെ നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ അങ്ങനെയുള്ള ഭീകരന്മാരുടെ മുന്നിൽ ചെന്ന് നിന്ന് ധൈര്യപൂർവ്വം മാനാഭിമാനമുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗിന്നസ് ബുക്കിൽ വരേണ്ട വാർത്തയാണ്. അത്ര ഭയാനകമായ സംഭവമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലും ചെറിയ സ്ത്രീ വേട്ടക്കാരുടെ കാര്യം പറഞ്ഞാൽ, ഗണേഷ്, മുകേഷ്, കുഞ്ഞഹമ്മദ് തുടങ്ങിയവരെയൊക്കെ പുഷ്പം പോലെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഊരിയെടുത്ത് വിജയശ്രീലാളിതരാക്കി വാഴിച്ച് എക്കാലവും സ്ത്രീ സമൂഹത്തിനൊരു ഭീഷണിയായി ഈ സമൂഹത്തിൽ നിലനിർത്തും എന്ന് മാത്രമല്ല, ഈ സ്ത്രീ പീഡനം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്, അതും പ്രത്യേകിച്ച് ഭാര്യയും മക്കളെയൊക്കെ ചവിട്ടിയും തൊഴിച്ചും അടിച്ചും കൊല്ലുന്നുവെന്ന പരാതി കിട്ടിയാൽ ആ പരാതിയൊക്കെ എടുത്ത് ഭരണത്ത് വെച്ചുകൊണ്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം മകളുടെ ഭർത്താവിനെ അടിച്ചിറക്കി വിട്ടേച്ച് അയാളെ മരുമോനാക്കി മന്ത്രി വരെയാക്കുന്ന ഈ DYFI ഗുണ്ടകളെയൊക്കെ അങ്ങനെ വരെയാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽമാർക്കെതിരെ എവിടെ നിന്നെങ്കിലും ഒരു പരാതി കിട്ടിയാൽ, അതിന് വിദേശത്ത് നിന്നാണെങ്കിൽ ടെലഗ്രാമിലൂടെ പരാതിയുടെ വരുത്തിച്ച് ലോഡ്ജിലല്ല എവിടെ പോയി ഒളിച്ചാലും അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി ജയിലിലിട്ട് പീഡിപ്പിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാരാണിതെന്നും LDF അല്ലാതെ മറ്റാരുണ്ടിവിടെ എന്ന് ചോദിക്കാനും മിടുക്കരാണ് ഈ ഗുണ്ടാപ്പടകളും സർക്കാരും. നമുക്കതുപോലെ അറിയാവുന്നതാണ്, ഈ സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന സ്ത്രീപീഡനങ്ങൾക്കെതിരെ, അതായത് നടി ആക്രമണ കേസിന് ശേഷം അതിഭയാനകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും പറഞ്ഞൊരു ഹേമ കമ്മിറ്റി നിയോഗിച്ചു. അവരുടെ പഠനത്തിൽ നിരവധി സ്ത്രീപീഡനങ്ങളും അനീതിയും അഴിമതിയും സ്ത്രീകളോടുള്ള അക്രമങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും ഒക്കെ റിപ്പോർട്ടായി വാങ്ങി അതെടുത്ത് ഭരണത്ത് വെച്ച് 4.5 വർഷക്കാലം ഒളിപ്പിച്ച് വെച്ച് സകലവരെ രക്ഷപ്പെടുത്തിയെടുത്തയാളാണ്
നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും. മാത്രമല്ല പിന്നീട് നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം അത് പുറത്തെടുത്ത് പൊടി തട്ടി കൊണ്ടുവന്നപ്പോൾ ജഗതിയല്ല, നമ്മുടെ സിദ്ദിഖ് മുതൽ ഉള്ള സകലവരെയും രക്ഷപ്പെടുത്തിയെടുത്തു. കാരണം നാളുകൾ വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞ കേസുകളൊന്നും സുപ്രീം കോടതിക്ക് പരിഗണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാനാഭിമാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊന്നും ഇവന്മാരോട് വർത്തമാനം പറയാനോ വാക്കുവാദത്തിനോ പോകരുത്. പോയാൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ DYFIയുടെ ഒരു സംസ്ഥാന നേതാവ് ആർഷോ പാലക്കാട്ട് ചെന്ന് ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്, എടി പൊലച്ചി നിന്നെ ഞാൻ ഗർഭിണിയാക്കി തരാമെന്നാണ്. അതിന് ആമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് നല്ല വീക്ക് കിട്ടി പെടലിക്ക് നീരും പിടിച്ച് വീണ ജോർജിനെ പോലെ തിരുവനന്തപുരത്ത് വന്നിട്ട് തുണി പൊക്കി കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത്തരം ആണുങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് ഏത് രാഷ്ട്രീയമായാലും അത്തരം രാഷ്ട്രീയ പാർട്ടികളും അത്തരം ആൺപിള്ളേരും വളർന്നു വരുന്നൊരു കാലത്ത് മാത്രമേ നിങ്ങൾ മാനാഭിമാനമുള്ള സ്ത്രീജനങ്ങൾ ഇവന്മാരുടെ മുന്നിൽ വാഗ്വാദത്തിന് പോകാറുള്ളൂ. അതുവരെ ഇവരോട് ഏറ്റുമുട്ടാൻ പോകരുതെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.